സിനിമയ്ക്ക് മാത്രമായൊരു മന്ത്രി, സിനിമാക്കാരനായൊരു മന്ത്രി. ഗണേഷ് കുമാർ എന്ന കേരളത്തിന്റെ പുതിയ സിനിമാ മന്ത്രിയെക്കുറിച്ചാണ് ഈ പറഞ്ഞതെല്ലാം. നമ്മുടെ സിനിമാ മന്ത്രി കേരളത്തിന്റെ അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പറഞ്ഞ പല അഭിപ്രായങ്ങളും നാം ഇതിനു മുമ്പും പലകുറി കേട്ടതാണ്. എന്നാൽ ചലച്ചിത്ര അക്കാദമി സിനിമയെ സ്നേഹിക്കുന്നവർക്ക്, സിനിമയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുമെന്ന വാഗ്ദാനം നാം മുൻപ് കേട്ടവ പോലെയല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാലാമത് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വളരെ നന്നായി സംഘടിപ്പിച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സിനിമകളും സിനിമയെക്കുറിച്ചുള്ള അറിവുകളും നൽകുന്ന ഒരു സ്ഥാപനമായി അക്കാദമിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. ദീർഘമായി ഒന്നും പറയുന്നില്ല. ചലച്ചിത്ര അക്കാദമി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ മാത്രമുള്ള ഒരു സ്ഥാപനമായി മാറുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയെക്കുറിച്ച് പഠിക്കാനാണ് ഒരു അക്കാദമിയുടെ പ്രവർത്തനം. നല്ല ബുക്കുകൾ, സിനിമയെക്കുറിച്ചുള്ള ബുക്കുകൾ, സിനിമയുടെ ആർക്കൈവ്സ്, ലോകത്ത് ലഭ്യമായിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ള നല്ല സിനിമകൾ, അത് കാണാൻ, വിലയിരുത്താൻ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനമാക്കി ചലച്ചിത്ര അക്കാദമിയെ മാറ്റണം എന്നാണ് ഞാൻ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ചെയർമാൻ ശ്രീ പ്രിയദർശൻ ആഗ്രഹിക്കുന്നത്. ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ ഇന്ന് നടന്ന ഒരു CD-ROM പ്രകാശന ചടങ്ങാണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമാക്കുന്നത്. സിനിമയെ ഗൗരവമായി കാണുന്നവർക്ക് സിനിമയെപ്പറ്റി പഠിക്കാൻ ഉതകുന്ന രീതിയിലാണ് പുതിയ CD-ROM. ഇന്ന് ഫെസ്റ്റിവൽ വേദിയിൽ നടന്ന ചടങ്ങിൽ സീഡിറ്റ് ഒരുക്കിയ CD ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രിയദർശൻ മുതിർന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. സിനിമ പഠിപ്പിക്കാനായിട്ട് നിയുക്തരായിട്ടുള്ള അധ്യാപകരെ, സിനിമയെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന പുതിയ തലമുറയിലെ യുവാക്കൾ, ഇവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം വരുന്ന ഒരു CD-യാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് സിനിമ എന്ന പേരിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും ഇത് അക്കാദമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇത് മാത്രമായിരുന്നില്ല ഇന്നത്തെ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിനെ ആകർഷകമാക്കിയത്. ഇന്ന് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച മേലേരി എന്ന ഡോക്യുമെന്ററി പ്രേക്ഷക പ്രശംസ നേടി. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രാനുഷ്ഠാനമായ തെയ്യങ്ങളുടെ കഥ പറഞ്ഞ ഡോക്യുമെന്ററി ഇതിനോടകം തന്നെ നിരവധി ചലച്ചിത്ര പ്രതിഭകളുടെ പ്രശംസ ഏറ്റുവാങ്ങി. കാസർഗോഡ് സ്വദേശിയായ അനിൽകുമാറാണ് ഈ ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചത്. യഥാർത്ഥമായ ഒരു തെയ്യം എങ്ങനെയാണ് ആ ഇവൻ്റ് സംഭവിക്കുന്നത്, ഒരു തെയ്യം അനുഷ്ഠാന രൂപം എന്നുള്ള നിലയിൽ തെയ്യത്തിൻ്റെ വാസ്റ്റ് സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ഗ്രാമീണ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു തെയ്യം അനുഷ്ഠാനം രൂപപ്പെടുന്നത്, അങ്ങനെ തെയ്യത്തിനെ അതിൻ്റെ സമഗ്രതയോടുകൂടി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ മേലേരി എന്ന ഈ ഡോക്യുമെൻ്ററി. ഇന്ന് പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററികളിൽ കേരളത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യദീപങ്ങളുടെ കഷ്ടപ്പാടുകളെ തുറന്നുകാട്ടാൻ ഈ ഡോക്യുമെന്ററിക്കായി. കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് എടുത്തുചാടുന്ന തെയ്യക്കാരൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായാണ് വിശ്വാസികൾ കാണുന്നത്. എന്നാൽ പിന്നീടുള്ള ഇവരുടെ കഷ്ടപ്പാടുകൾ ഏത് ദൈവങ്ങളാണ് കേൾക്കുന്നത്? തിരുവനന്തപുരത്ത് നടക്കുന്ന 4ാമത് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് മേലേരി എന്ന ഈ ഡോക്യുമെന്ററി. ഫെസ്റ്റിവൽ വ്യാഴാഴ്ച സമാപിക്കും.